ഗുരുവായൂർ അനവധി നമ്പൂതിരിമാരുണ്ട്. സ്കോളേഴ്സിനേക്കാൾ അധികം ഭക്തിയോട് കൂടിയിട്ട് ഭാഗവതം പറയുക എന്നുള്ളതാണ് നമ്പൂതിരിമാർ. ഇന്നത്തെ മാതിരിയുള്ള മാസ്റ്റർ ഡിഗ്രിയും PhD ഡിഗ്രി ഒന്നുമല്ല അന്നത്തെ. ഭക്തിയിൽ PhD ഡിഗ്രി കിട്ടിയിട്ടുള്ള കൂട്ടരാണ്. ഗുരുവായൂരപ്പൻ്റെ കാര്യം പറയുമ്പോഴേക്കും അവരുടെ കണ്ണിൽ വെള്ളം വരും. അങ്ങനെയുള്ള ആഞ്ഞം മാധവൻ നമ്പൂരി, ഓട്ടൂർ ഉണ്ണി നമ്പൂരിപ്പാട്, തോട്ടം വാസുദേവൻ നമ്പൂരി, തോട്ടം കൃഷ്ണൻ നമ്പൂതിരി, അങ്ങനെ അനവധി നമ്പൂരിമാർ വരാൻ തുടങ്ങി. അതായത് എങ്ങനെ ഉണ്ടായത് എന്നുണ്ടെങ്കിൽ, അച്ഛൻ മാസത്തിൽ 5 ദിവസം ആണ് 1.5 മണിക്കൂർ ഭാഗവതം ഡിസ്കോഴ്സ് അങ്ങനെയായിരുന്നു. അത് രാത്രി 7 തൊട്ട് 8:30 വരെയായിരുന്നു 5 ദിവസം. അപ്പം എങ്ങനെയാണ് ചെയ്തത് വെച്ചാൽ 25-ാം തീയതി മുതൽക്ക് 30-ാം തീയതി വരെയും 1-ാം തീയതി മുതൽക്ക് 5-ാം തീയതി വരെയും 10 ദിവസം അടുപ്പിച്ച് കിട്ടും. അപ്പം ആദ്യത്തെ 5 ദിവസം ഒരു നമ്പൂരിയായിരിക്കും സംസാരിക്കുക ഭാഗവതം. പിന്നെ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് എവിടെയാണ് ഭാഗവതം നിർത്തിയത് അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ബാക്കിയുള്ള 5 ദിവസം നമ്പൂരി. അങ്ങനെ എല്ലാ 2 മാസം കൂടുമ്പോൾ ആണ് ഈ ഭാഗവതം ഡിസ്കോഴ്സ്. സൈമൾട്ടേനിയസ്ലി 1942 മുതൽക്ക് 1951 വരെ എല്ലാ വൈകുണ്ഠ ഏകാദശിയും, അതായത് അവിടെ കേരളത്തിൽ അറിയാലോ, ഗുരുവായൂർ ആണ് ഏറ്റവും ശ്രീകൃഷ്ണൻ്റെ ഗുരുവായൂർ ഏകാദശിയും വൈകുണ്ഠ ഏകാദശിയും. അപ്പം എല്ലാ വൈകുണ്ഠ ഏകാദശിക്കും കൊല്ലത്തിൽ ഒരിക്കൽ 24 മണിക്കൂർ അഖണ്ഡ ഭജന. ദാറ്റ് ഈസ് 1942 to 1951, 11 കൊല്ലം അടുപ്പിച്ച് ഈ ഒരു ദിവസം 24 മണിക്കൂർ അഖണ്ഡ ഭജന അന്ന് തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ 47 കഴിഞ്ഞിട്ടാണ് ആ ഭജനയെ പറ്റിയിട്ടുള്ള അങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന് ഭജനയിലേക്കുള്ളൊരു ആസക്തി നമുക്ക് വരാൻ തുടങ്ങിയത് 1947 കഴിഞ്ഞിട്ട് ആ സമയത്തൊക്കെയാണ്. അപ്പോൾ അതിലെങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ഭജനയല്ല. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഇൻ ഡിഫറെൻറ്റ് ട്യൂൺസ്. ഇതിൽ 24 മണിക്കൂർ ഒരേ ഒരു ഭജന മാത്രമേ ഉള്ളൂ. ആ ഭജന അതികേയമായിട്ട്, അതായത് അന്നൊക്കെ ഈ ബ്രാഹ്മിൻസിൻ്റെ സമ്പ്രദായ ഭജൻസ് ഉണ്ട്. അനവധി ആൾക്കാർ പാലക്കാടുണ്ട്, കോഴിക്കോട്ടുണ്ട്, പല സ്ഥലങ്ങളിൽ നിന്നും ഡിസ്ട്രിക്റ്റിൽ നിന്നും വന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് 24 മണിക്കൂർ ഗംഭീരമായിട്ട്, രാത്രിയൊന്നും ലീൻ പീരീഡൊന്നുമില്ല, എപ്പോഴും നിറച്ച ആൾക്കാരാണ്. ആ ഭജനയതെ അതുമാതിരി കൊണ്ടു നടക്കും. അതാണ് നമ്മുടെ തുടക്കത്തിൽ തന്നെ, നമ്മുടെ വളരെ കുട്ടിക്കാലം മുതൽക്ക് തന്നെ നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ടുള്ളത് ഈ ഒരു അഖണ്ഡ ഭജനയാണ്.